ഭൂമിയെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ച ഈ പാവം മിഡിൽ സ്കൂൾ ടീച്ചർക്ക് എങ്ങനെയാണ് ഒരു അനുഗ്രഹജീവിയുമായി കൂട്ടുകൂടേണ്ടി വന്നത്? ഒടുവിൽ സ്വന്തം നാടായ ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ അവസരം കിട്ടിയിട്ടും അദ്ദേഹം എന്തുകൊണ്ട് ആ ഏലിയൻ ഗ്രഹത്തിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു? 2 വ്യത്യസ്ത ഗ്രഹങ്ങളിലെ ജീവനുകളെയും രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ആ പോരാട്ടത്തിന്റെ കഥ നമുക്ക് നോക്കാം. കഥ തുടങ്ങുന്നത് ബഹിരാകാശത്തെ ഒരു അത്യാധുനിക സ്പേസ് ഷിപ്പിലാണ്. അവിടെയുള്ള മെഡിക്കൽ കോമ ബെഡിൽ നിന്ന് നമ്മുടെ നായകൻ റൈലൻഡ് മെല്ലെ കണ്ണു തുറക്കുകയാണ്. പുള്ളിക്കാരൻ എഴുന്നേറ്റ ഉടനെ ആ ഷിപ്പിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റമായ മേരി വന്ന് കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. പക്ഷേ കോമയിൽ നിന്ന് ഉണർന്ന നമ്മുടെ റൈലൻഡിന് തന്റെ പേരെന്താണെന്നോ താൻ എവിടെയാണെന്നോ ഉള്ള ഒരു ബോധവുമില്ല. അതായത് കട്ട അംനീഷ്യ. പേടിച്ചു വിറച്ച റൈലൻഡ് ആ റോബോട്ട് കൈകളിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഷിപ്പിലൂടെ ഓടാൻ തുടങ്ങുന്നു. കൂടെയുള്ള ആരെങ്കിലും കണ്ടെത്താൻ വേണ്ടി ഷിപ്പിലൂടെ ഓടിയ പുള്ളി ഒടുവിൽ മറ്റു ക്രൂ അംഗങ്ങളെ കണ്ടെത്തുകയാണ്. പക്ഷെ സന്തോഷത്തോടെ അടുത്തേക്ക് എന്ന റൈലൻഡ് ഞെട്ടിപ്പോയി. കാരണം അവർ രണ്ടുപേരും പണ്ടേ മരിച്ചു പോയിരുന്നു. കൂടെയുള്ളവരും മരിച്ചു, താൻ ആരാണെന്ന് അറിയേയില്ല. റൈലൻഡ് ആകെ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് അവിടെയുള്ള ഒരു വലിയ ജനാല അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് അയാൾക്ക് ഒരു കാര്യം മനസ്സിലായത്. താനിപ്പോൾ ഭൂമിയിലല്ല, അനന്തമായ ബഹിരാകാശത്താണ് ഉള്ളത്. എങ്കിലും ഷിപ്പിലെ ഓരോ മെഷീനുകളും കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് അയാളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് താൻ ഒരു സയന്റിസ്റ്റ് ആണെന്ന് അയാൾ സ്വയം മനസ്സിലാക്കുന്നു. അടുത്ത മുറിയിൽ ചെന്നപ്പോൾ വലിയ സ്ക്രീനുകളിൽ ഭൂമിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. വസ്ത്രമൊക്കെ മാറി വൃത്തിയായപ്പോൾ AI ആയ മേരി വന്ന് പറയുകയാണ് ഡെയിലി ഡയറി റെക്കോർഡ് ചെയ്യാനുള്ള സമയമായി, വീഡിയോ എടുത്തോളൂ എന്ന്. എന്നാൽ ഇതൊന്നും കേൾക്കാൻ മൂഡിലായിരുന്ന റൈലൻ തനിക്ക് ഷിപ്പിന്റെ ക്യാപ്റ്റനെ കാണണമെന്ന് ശാഠ്യം പിടിക്കുന്നു. അപ്പോഴാണ് മേരി ആ ക്രൂരമായ സത്യം വിളിച്ചു പറയുന്നത്. ക്യാപ്റ്റനൊക്കെ പണ്ടേ മരിച്ചു സാറേ, ഈ ഷിപ്പിൽ അവശേഷിക്കുന്ന ഒരേ ഒരു ജീവൻ നിങ്ങൾ മാത്രമാണ്. ഇത് കേട്ടതും റൈലൻഡ് പാതി ജീവൻ പോയ അവസ്ഥയിലായി. അയാൾ ഉടനെ തന്നെ ഷിപ്പ് ഭൂമിയിലേക്ക് തിരിച്ചുവിടാൻ മേരിയോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആ കമാൻഡ് സ്വീകരിക്കാൻ മേരി തയ്യാറാവുന്നില്ല. സ്ക്രീനിൽ ഒരു സൂര്യനെ കണ്ടപ്പോൾ താൻ നമ്മുടെ സൗരയൂഥത്തിൽ തന്നെയാണ് ഉള്ളതെന്ന് കരുതി ഭൂമിയിലേക്ക് ഒരു മെസ്സേജ് അയക്കാൻ റൈലൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ മെസ്സേജ് ഭൂമിയിൽ എത്താൻ മാത്രം 12 വർഷം എടുക്കുമെന്ന് മേരി പറയുന്നു. മാപ്പെടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് നമ്മുടെ സൂര്യനേ അല്ല, ഏതോ അന്യഗ്രഹ സൂര്യനാണ്. ഷിപ്പിലെ ഇന്ധനം നോക്കിയപ്പോൾ അത് വളരെ കുറവാണ്. സ്ക്രീനിലെ വിവരങ്ങൾ വെച്ച് റൈലൻ കണക്കുകൂട്ടി നോക്കിയപ്പോൾ താൻ ഭൂമിയിൽ നിന്നും ഏകദേശം 113.8 വർഷം അകലെയാണ് ഉള്ളതെന്ന് അയാൾ തിരിച്ചറിയുന്നു. പെട്ടെന്ന് റൈലൻഡിന് കടുത്ത തലവേദന വരികയും ചില പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് ഓടിയെത്തുകയും ചെയ്യുന്നു. താൻ പണ്ട് ഒരു മോളിക്കുലർ ബയോളജിസ്റ്റ് ആയിരുന്നു എന്നും എപ്പോഴും ആർക്ലൈറ്റ് പ്രോബ് അയച്ച വാർത്തകൾ ശ്രദ്ധിക്കുമായിരുന്നു എന്നും അയാൾ ഓർക്കുന്നു. പെട്രോവ ലൈൻ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കാനാണ് ആ പ്രോബ് വിട്ടത്. പ്രോബ് എടുത്ത ചിത്രങ്ങളിൽ നിന്നും നമ്മുടെ സൂര്യന്റെ വെളിച്ചം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. റൈലൻഡ് ഒരു മിഡിൽ സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സൂര്യനിൽ നിന്നും ശുക്രനിലേക്ക് പോകുന്ന ഒരു ഇൻഫ്രാറെഡ് ലൈൻ കാരണം നമ്മുടെ സൂര്യന്റെ വെളിച്ചം പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് റൈലൻഡ് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അടുത്ത 30 വർഷത്തിനുള്ളിൽ ഭൂമി മുഴുവൻ തണുത്തുറഞ്ഞു തുടങ്ങും. ഭൂമിയിലെ ജീവൻ തന്നെ ഇല്ലാതാകുമെന്ന് കേട്ട് കുട്ടികളൊക്കെ പേടിച്ചെങ്കിലും ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാർ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് റൈലൻഡ് അവരെ ആശ്വസിപ്പിച്ചിരുന്നു. ഇതൊക്കെ ഓർത്തെടുത്ത റൈലൻ താടിയൊക്കെ വടിച്ച് നിലവിലെ അവസ്ഥയിൽ വിഷമം മാറ്റാൻ ഷിപ്പിലെ സ്റ്റോക്കിലിരുന്ന കുറച്ച് വോഡ്ക എടുത്ത് അകത്താക്കുന്നു. കൂടെയുള്ളവരുടെ സാധനങ്ങൾ നോക്കിയപ്പോൾ അവരുമായി സൗഹൃദത്തിലായ കാര്യങ്ങൾ അയാൾ ഓർത്തു. അവരുടെ വസ്ത്രങ്ങൾ വെച്ച് ഒരു തുണിപ്പാവയെ ഉണ്ടാക്കി അയാൾ ഒറ്റയ്ക്ക് നൃത്തം വയ്ക്കുക വരെ ചെയ്യുന്നുണ്ട്, ആ കടും ഒറ്റപ്പെടൽ മാറ്റാൻ വേണ്ടി. പിന്നീട് ഒരു വൈറ്റ് ബോർഡ് എടുത്ത് താൻ ആരാണെന്ന് കണ്ടെത്താൻ അയാൾ ഓരോ ഡേറ്റിയായി കുറിച്ചു വെക്കാൻ തുടങ്ങി. അപ്പോഴാണ് അടുത്ത ഓർമ്മ വരുന്നത്. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞിറങ്ങിയ റൈലൻഡിനെ കാണാൻ ഇവാസ്ട്രാറ്റ് എന്ന പ്രോജക്ട് ഹെഡ് വരുന്നു. ജീവന്റെ നിലനിൽപ്പിന് വെള്ളം ആവശ്യമില്ല എന്ന് റൈലൻഡ് പണ്ട് എഴുതിയ ഒരു പ്രബന്ധം വായിച്ചാണ് ഇവർ വരുന്നത്. ആ എഴുത്തിന്റെ പേരിൽ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കാര്യം റൈലൻഡ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു സുപ്പീരിയറെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് അയാളെ മാറ്റിയതെന്നും ഇപ്പോൾ അയാളെ ആർക്കും ആവശ്യമില്ലെന്നും ഇവ പറയുന്നു. റൈലൻഡ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഇവയ്ക്ക് വിടാൻ ഭാവമില്ലായിരുന്നു. സൂര്യന്റെ ഉപരിതലത്തിൽ നിന്ന് പ്രോബ് ശേഖരിച്ച സാമ്പിളുകൾ അവിടെ ജീവിക്കുന്നവയാണ് എന്നും അതുകൊണ്ട് റൈലൻഡിന്റെ വാട്ടർ തിയറി ശരിയാണെന്ന് തെളിയിക്കാൻ സഹായിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. സൂര്യൻ മരിക്കുകയാണെന്ന് കൺഫേം ചെയ്തതോടെ റൈലൻഡ് അവരെ സഹായിക്കാൻ സമ്മതിക്കുന്നു. തുടർന്ന് ഒരു ലാബിൽ വെച്ച് വലിയ വലിയ ലോക നേതാക്കളുടെ മുന്നിൽ റൈലൻഡ് ഈ സാമ്പിളുകൾ പരിശോധിക്കാൻ തുടങ്ങി. ഈ സാമ്പിളുകൾ ചലിക്കുന്നുണ്ടായിരുന്നു, എങ്കിലും അത് കറുത്തിരുണ്ടതായിരുന്നുകൊണ്ട് അതിനുള്ളിൽ എന്താണെന്ന് കാണാൻ പറ്റില്ലായിരുന്നു. പല വിദ്യകൾ പരീക്ഷിച്ച് ഒടുവിൽ അതിലേക്ക് വെളിച്ചം കടത്തി വിട്ടപ്പോഴാണ് അയാൾ അത്ഭുതപ്പെട്ടത്. അത് ചെറിയ അന്യഗ്രഹ കോശങ്ങളാണ്. ആ ടെസ്റ്റിൽ ആ കോശം ചത്തുപോയെങ്കിലും അതിന്റെ ഘടന മനസ്സിലാക്കാൻ റൈലൻഡിന് കഴിഞ്ഞു. പക്ഷേ പരിശോധിച്ചപ്പോൾ കണ്ടത് ആ കോശങ്ങൾ ഭൂരിഭാഗവും വെള്ളമാണെന്നാണ്. അതോടെ തന്റെ തിയറി തെറ്റാണെന്ന് കണ്ട് അയാൾക്ക് ദേഷ്യം വന്ന് ലാബിലെ സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നു. എങ്കിലും അയാൾ പിന്മാറിയില്ല. ഈ കോശങ്ങൾ ചലിക്കുമ്പോൾ വലിയ തോതിൽ ഇൻഫ്രാറെഡ് ലൈറ്റ് പുറപ്പെടുവിക്കുന്നുണ്ടെന്നും അത് പെട്രോവ ലൈനിന്റെ അതേ ഫ്രീക്വൻസി ആണെന്നും അയാൾ കണ്ടെത്തി.
അതായത് ഈ കോശങ്ങൾ സൂര്യന്റെ ഊർജ്ജം വലിച്ചെടുത്ത് സഞ്ചരിക്കാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട് ഇവ റൈലൻഡിനോട് വീട്ടിൽ പൊയ്ക്കൊള്ളാൻ പറഞ്ഞെങ്കിലും ലോകത്തെ രക്ഷിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് അയാൾ നിർബന്ധം പിടിച്ചു. ഒടുവിൽ കൂടുതൽ ടെസ്റ്റിനായി 3 കോശങ്ങൾ സൂക്ഷിക്കാൻ ഇവ അയാൾക്ക് അനുവാദം നൽകി. ഈ കോശങ്ങൾ എന്തുകൊണ്ടാണ് ബുധനെ വിട്ട് ശുക്രനിലേക്ക് മാത്രം പോകുന്നത് എന്ന് റൈലൻഡ് ചിന്തിച്ചു. അതിനായി അയാൾ ഒരു ഹാർഡ്വെയർ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി ഒരു പരീക്ഷണം പ്ലാൻ ചെയ്തു. ഒരു വലിയ ബോക്സിനുള്ളിൽ ശുക്രന്റെ അന്തരീക്ഷത്തിന് സമാനമായ ഇൻഫ്രാറെഡ് ലൈറ്റ് തരുന്ന ഒരു ചെറിയ ബോക്സ് വെച്ചു. അതിനർത്ഥം ഈ കോശങ്ങൾക്ക് കാർബൺ ഡയോക്സൈഡ് വേണമെന്നാണ്. ലൈറ്റ് ഓൺ ചെയ്തതും പ്ലേറ്റിലിരുന്ന കോശങ്ങൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ആ ചെറിയ ബോക്സിലേക്ക് പാഞ്ഞുപോയി. തിയറി ശരിയാണെന്ന് തെളിഞ്ഞെങ്കിലും ആ 3 കോശങ്ങളും ഇപ്പോൾ ആ വലിയ ബോക്സിനുള്ളിൽ ലൂസായി നടക്കുകയാണ്. ബോക്സ് തുറന്നാൽ അവ അടുത്ത വെളിച്ചം നോക്കി രക്ഷപ്പെടും. അതുകൊണ്ട് ഗാർഡുകളുടെ സഹായത്തോടെ റൈലൻഡ് ലാബ് മുഴുവൻ ലോക്ക് ചെയ്ത് ഉള്ളിലിരുന്നു. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് അയാൾ ബോക്സ് തുറന്നു. അവയുടെ തിളക്കം കാരണം ആ 3 കോശങ്ങളും അയാൾ കണ്ടെത്തി. പക്ഷെ അവിടെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു 4ാമത്തെ കോശം കൂടി ഉണ്ടായിരുന്നു. അതിനർത്ഥം ഇവയ്ക്ക് വളരാനും പെരുകാനും സൂര്യപ്രകാശവും കാർബൺ ഡയോക്സൈഡും വേണം. അതുകൊണ്ടാണ് ഇവ ശുക്രനിലേക്ക് പോകുന്നത്. റൈലൻഡ് ഉടനെ തന്നെ ഇവയെ ഒരു ഡിഷിലാക്കി ഇവാസ്ട്രാറ്റിനെ വിളിച്ച് ഈ വലിയ വാർത്ത അറിയിച്ചു. ഉടനെ തന്നെ മിലിറ്ററി വന്ന് അയാളെ ഒരു ജെറ്റ് വിമാനത്തിൽ കയറ്റി കൊണ്ടുപോയി. അതിന്റെ സ്പീഡ് കണ്ട് പേടിച്ച റൈലൻഡിന് ഒരു സ്ലീപ്പിംഗ് മെഡിസിൻ കഴിക്കേണ്ടി വന്നു. അയാൾ പിന്നീട് കണ്ടു തുറക്കുന്നത് ഒരു എയർക്രാഫ്റ്റ് കാരിയറിലാണ്. ഇറങ്ങിയ ഉടനെ അയാൾ ഛർദ്ദിക്കുകയും ചെയ്തു. അവിടെ വെച്ച് ഇവാസ്ട്രാറ്റ് അയാളെ ലോകത്തിലെ വലിയ സയന്റിസ്റ്റുകൾക്കും ലീഡർമാർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അവർ റൈലൻഡിന്റെ പരീക്ഷണം ആവർത്തിച്ചു നോക്കിയപ്പോൾ അതേ റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. അവർ ഈ ജീവിക്ക് ആസ്ട്രോഫേജ് എന്ന് പേരിട്ടു. ഇതിന് 20 ലക്ഷം കിലോ ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. ഇത്രയും വലിയ അളവിൽ ഇത് എന്തിനാണെന്ന് റൈലൻഡിന് മനസ്സിലായില്ല. അതുകൊണ്ട് ഇവ അയാൾക്ക് പ്രൊജക്ട് ഹെയിൽ മേരിയുടെ എല്ലാ രഹസ്യങ്ങളും കാണിച്ചു കൊടുത്തു. നമ്മുടെ സൂര്യൻ മാത്രമല്ല, പ്രപഞ്ചത്തിലെ പല നക്ഷത്രങ്ങളും ഇതുപോലെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭൂമിയിൽ നിന്നും 11.9 പ്രകാശവർഷം അകലെയുള്ള ടാവോസിറ്റി എന്ന നക്ഷത്രം മാത്രം ഇതിനെ പ്രതിരോധിച്ചു നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് മാത്രം രക്ഷപ്പെട്ടത് എന്ന് കണ്ടെത്താനാണ് ഒരു സ്പേസ് ഷിപ്പ് അങ്ങോട്ട് അയക്കുന്നത്. അതിനുള്ള ഇന്ധനമായിട്ടാണ് ഈ 20 ലക്ഷം കിലോ ആസ്ട്രോഫേജുകൾ ഉപയോഗിക്കുന്നത്. ഇത്രയും ആസ്ട്രോഫേജുകൾ ഒരുമിച്ചിരുന്നാൽ കാലിഫോർണിയ വരെ ബ്ലാസ്റ്റായി പോകാമെന്ന് റൈലൻഡ് പറഞ്ഞപ്പോഴാണ് ഇവാസ്ട്രാറ്റ് പറയുന്നത്, അതുകൊണ്ടാണ് നമ്മൾ കടലിന്റെ നടുവിലുള്ള കപ്പലിൽ ഇരുന്ന് ഇത് ചെയ്യുന്നതെന്ന്. പക്ഷെ ക്രൂരമായ കാര്യം എന്തെന്നാൽ ഈ ഇന്ധനം വെച്ച് ഒരു 1 വേ യാത്ര മാത്രമേ സാധിക്കൂ. കണ്ടെത്തുന്ന വിവരങ്ങൾ ചെറിയ പ്രോബുകൾ വഴി ഭൂമിയിലേക്ക് അയക്കും. ബഹിരാകാശ യാത്രികർ അവിടെ വെച്ച് മരിക്കും. യാത്രയുടെ ഭൂരിഭാഗം സമയവും അവർ കോമയിലായിരിക്കും. ഒരു പൈലറ്റ്, ഒരു എഞ്ചിനീയർ, ഒരു സയന്റിസ്റ്റ് എന്നിങ്ങനെ 3 പേരാണ് ഇതിൽ പോകേണ്ടത്. ഈ പ്രോജക്ട് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ടാണ് ഇതിന് ഹെയിൽ മേരി എന്ന് പേരിട്ടത്. പഴയ ഓർമ്മകളൊക്കെ തിരികെ കിട്ടിയ റൈലൻഡ് മുടിയൊക്കെ വെട്ടി വൃത്തിയായി. തന്റെ സഹപ്രവർത്തകരുടെ മൃതദേഹങ്ങൾ വൃത്തിയാക്കി അവരുടെ ഫോട്ടോകൾ പോക്കറ്റിൽ വെച്ച് നന്ദി പറഞ്ഞുകൊണ്ട് അയാൾ അവയെ ബഹിരാകാശത്തേക്ക് ഒഴുക്കിക്കളഞ്ഞു. താൻ എങ്ങനെയെങ്കിലും ഈ മിഷൻ പൂർത്തിയാക്കുമെന്ന് അയാൾ കരഞ്ഞുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു. അപ്പോഴാണ് മേരി പറയുന്നത് അവർ താവോസിറ്റിക്ക് അടുത്തെത്തിയെന്നും എഞ്ചിൻ ഓഫ് ചെയ്തു എന്നും. ഷിപ്പ് ഓർബിറ്റിൽ കയറിയ ഉടനെ അവിടെ ഗ്രാവിറ്റി ഇല്ലാതാവുകയും റൈലൻഡ് വായുവിൽ ഒഴുകി നടക്കാൻ തുടങ്ങുകയും ചെയ്തു. പുറത്തേക്ക് നോക്കിയ റൈലൻഡ് ഞെട്ടിപ്പോയി. ദാ മുന്നിൽ കിടക്കുന്നു മറ്റൊരു സ്പേസ് ഷിപ്പ്. അത് വളരെ അടുത്തേക്ക് വന്നപ്പോൾ റൈലൻഡ് പേടിച്ച് തന്റെ ഷിപ്പ് ദൂരേക്ക് ഓടിച്ചു മാറ്റാൻ നോക്കിയെങ്കിലും ആ വിചിത്ര ഷിപ്പ് പുള്ളിയെ തന്നെ പിന്തുടർന്നു വന്നു. ഒടുവിൽ അത് ഒരു ഒബ്ജക്ട് ഹെയിൽമേരിക്ക് നേരെ എറിഞ്ഞു. ബോംബാണെന്ന് കരുതി റൈലൻഡ് ആദ്യം അത് അവഗണിച്ചെങ്കിലും അത് ഷിപ്പിൽ മുട്ടി ദൂരേക്ക് പോയി. രണ്ടാമത് അവർ കുറച്ചുകൂടി സ്പീഡ് കുറച്ച് വേറൊന്ന് എറിഞ്ഞു. റൈലൻഡ് സ്പേസ് സൂട്ടൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് പുറത്തിറങ്ങി അത് പിടിച്ചെടുത്തു. ഷിപ്പിലെത്തിച്ച് അത് തുറക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല. സ്കാൻ ചെയ്തപ്പോൾ അത് സെനോൺ ഗ്യാസ് കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടു. പെട്ടെന്ന് ഷിപ്പിലെ സെൻട്രിഫ്യൂജ് സിസ്റ്റം ഓർമ്മ വന്ന റൈലൻഡ് അത് ഓൺ ചെയ്തു. അതോടെ ഷിപ്പ് കറങ്ങാൻ തുടങ്ങുകയും വീണ്ടും ഗ്രാവിറ്റി കിട്ടുകയും ചെയ്തു. അയാൾ ആ ഒബ്ജക്റ്റിന്റെ മുകൾ ഭാഗം തിരിച്ചു തുറന്നതും ഒരു വിദേശ സാന്നിധ്യമുണ്ടെന്ന് മേരി മുന്നറിയിപ്പ് നൽകി. റൈലൻഡ് വേഗം അതിനുള്ളിൽ നിന്ന് ലൈനുകളുള്ള ഒരു വിചിത്ര ഗോളവും അത് തനിയെ നിലത്ത് നിന്നപ്പോൾ റൈലൻഡിന് മനസ്സിലായി അതൊരു സ്റ്റാർ മാപ്പാണെന്ന്. ആ ഏലിയൻ താൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് കാണിച്ചു തരികയായിരുന്നു. റൈലൻഡ് ഉടനെ തന്നെ അതിൽ ഭൂമിയുടെ ലൊക്കേഷൻ മാർക്ക് ചെയ്ത് തിരികെ അയച്ചു കൊടുത്തു. കാര്യങ്ങൾ മനസ്സിലാക്കിയ ആ ഏലിയൻ ഷിപ്പ് റൈലൻഡിന്റെ ഷിപ്പുമായി ഒരു ടണൽ വഴി ബന്ധിപ്പിച്ചു. റൈലൻഡ് സ്പേസ് സ്യൂട്ട് ഇട്ട് ആ ടണലിലൂടെ നടന്ന് അപരിചിതമായ ആ ഷിപ്പിന്റെ വിൻഡോയ്ക്ക് അടുത്തെത്തി. പെട്ടെന്ന് ഗ്ലാസിന് അപ്പുറത്ത് എന്തോ ചലിച്ചപ്പോൾ റൈലൻഡ് പേടിച്ച് പിന്നോട്ട് വീണെങ്കിലും അയാൾ വീണ്ടും ജനലിനടുത്തേക്ക് ചെന്നു. അവിടെ ആ ഏലിയൻ താൻ ഉണ്ടാക്കിയ ചില കളിപ്പാട്ടങ്ങൾ റൈലൻഡിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് റൈലൻഡിനോട് തന്റെ ഷിപ്പിലേക്ക് തിരിച്ചു പോകാൻ ആംഗ്യം കാണിച്ചു. റൈലൻഡ് തിരികെ പോയതും ഏലിയൻ ആ ടണൽ ഡിസ്കണക്ട് ചെയ്ത് തന്റെ ഷിപ്പും ഹെയിൽമേരിയെ പോലെ കറക്കാൻ തുടങ്ങി. ടണൽ വീണ്ടും കണക്ട് ചെയ്തപ്പോൾ അവിടെ പ്രഷറും ഗ്രാവിറ്റിയും ഉണ്ടായിരുന്നു. റൈലൻഡ് അവിടെ ലൈറ്റുകൾ ഫിറ്റ് ചെയ്ത് ജനലിനടുത്തേക്ക് ചെന്നു. റൈലൻഡ് നൂഡിൽസ് വെച്ചുണ്ടാക്കിയ ആ ഏലിയൻ ഷിപ്പിന്റെ ഒരു മോഡൽ അതിന് കാണിച്ചു കൊടുത്തു. അടുത്തേക്ക് വന്ന ആ ഏലിയനെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അതൊരു നടക്കാൻ കഴിയുന്ന പാറക്കല്ല് പോലെയാണെന്ന്.
റൈലൻഡ് ഹലോ പറഞ്ഞതും അത് വായ തുറന്നൊരു വിചിത്ര ശബ്ദമുണ്ടാക്കി. പേടിച്ച റൈലൻഡ് കയ്യിലിരുന്ന ടൂൾ വെച്ച് നിലവിളിച്ചപ്പോൾ ഏലിയൻ പേടിച്ച് പിന്നോട്ട് മാറി. റൈലൻഡ് സോറി പറഞ്ഞു. പിന്നീട് റൈലൻഡ് കൈകൾ ചലിപ്പിച്ചപ്പോൾ ഏലിയൻ അതുപോലെ അനുകരിക്കാൻ തുടങ്ങി. രണ്ടുപേരും കുറെ കോമാളി വേഷങ്ങൾ കെട്ടി. പിന്നീട് ഏലിയൻ ജനലിൽ തട്ടി റൈലൻഡിന്റെ പുറകിലേക്ക് വിരൽ ചൂണ്ടി. അവിടെ നോക്കിയ റൈലൻഡിന് ഒരു കോളർ ലഭിച്ചു. ഹെൽമറ്റ് ഊരാൻ ഏലിയൻ ആവശ്യപ്പെട്ടെങ്കിലും റൈലൻഡ് ആദ്യം വിസമ്മതിച്ചു. അവിടുത്തെ ലൈറ്റുകളൊക്കെ പോയപ്പോൾ റൈലൻഡ് തിരികെ നടന്നു. പക്ഷെ ആ കോളറിലെ ഡിസൈൻ ശ്രദ്ധിച്ചപ്പോഴാണ് പുള്ളിക്ക് കത്തിയത് അത് ഓക്സിജനെയാണ് സൂചിപ്പിക്കുന്നതെന്ന്. അതായത് ആ ടണലിൽ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ ഉണ്ട്. കുറച്ച് മടിച്ചെങ്കിലും റൈലൻഡ് ഹെൽമറ്റ് ഊരി. അയാൾക്ക് സുഖമായി ശ്വസിക്കാൻ കഴിഞ്ഞു. പിന്നീട് ഷിപ്പിൽ ചെന്ന് റിസർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ ഏലിയന്റെ ഗ്രഹവും ഇതേ പെട്രോവ ലൈൻ കാരണം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. റൈലൻഡ് തിരികെ ചെന്ന് നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി റൈലൻഡ് ഒരു മെഷറിംഗ് ടേപ്പും ഗ്ലോക്കും ഒക്കെ കാണിച്ചെങ്കിലും ഏലിയൻ ഒന്നും മനസ്സിലായില്ല. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് ആ ജീവിക്ക് കണ്ണുകളില്ല, ശബ്ദ തരംഗങ്ങൾ വഴിയാണ് അത് കാര്യങ്ങൾ കാണുന്നതെന്ന്. റൈലൻഡ് ആ ജീവിക്ക് റോക്കി എന്ന് പേരിട്ടു. അയാൾ തന്റെ ക്ലോക്കിലെ നമ്പറുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ മാറ്റി കാണിച്ചപ്പോൾ റോക്കിക്ക് അത് മനസ്സിലാവുകയും അത് സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കുകയും ചെയ്തു. റോക്കി തിരികെ പോയി സ്വന്തം ഗ്രഹത്തിലെ ഒരു ക്ലോക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നു. റൈലൻഡ് തന്റെ ലാപ്ടോപ്പും മൈക്കും വെച്ച് റോക്കി ഉണ്ടാക്കുന്ന ഓരോ ശബ്ദവും റെക്കോർഡ് ചെയ്ത് ഒരു ഏലിയൻ ട്രാൻസ്ലേറ്റർ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയെടുത്തു. റോക്കി ഉപയോഗിക്കുന്ന വിചിത്ര ലോഹത്തിന് അയാൾ സെനോനൈറ്റ് എന്ന് പേരിട്ടു. റൈലൻഡ് ആസ്ട്രോഫേജിനെ കാണിച്ചപ്പോൾ റോക്കി അത് തിരിച്ചറിഞ്ഞു. റോക്കിയുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റെല്ലാ ജീവനക്കാരും മരിച്ചുപോയതായിരുന്നു. അതുകൊണ്ട് താൻ തനിച്ചല്ലോ എന്നോർത്ത് റോക്കി സന്തോഷിച്ചു. അവർ ഒരു ഫിസ്റ്റ് ബമ്പ് വഴി തങ്ങളുടെ കൂട്ടുകെട്ട് ഉറപ്പിച്ചു. റോക്കിക്ക് ഉറങ്ങുക എന്നാൽ എന്താണെന്ന് അറിയില്ലായിരുന്നു. റൈലൻഡ് അത് വിശദീകരിച്ചു കൊടുത്തപ്പോൾ റോക്കിയുടെ നാട്ടിൽ എല്ലാവരും ഒന്നിച്ചാണ് ഉറങ്ങുക എന്ന് പറഞ്ഞു. റോക്കിയുടെ കൂടെയുള്ളവർ ഉറങ്ങിയിട്ട് പിന്നെ എഴുന്നേറ്റിട്ടില്ല എന്ന് കേട്ടപ്പോൾ റൈലൻഡിന് സങ്കടം വരികയും അവർ രണ്ടുപേരും ഒന്നിച്ച് ജനലിനരികിൽ കിടന്നുറങ്ങുകയും ചെയ്തു. പിന്നീട് റോക്കി ഒരു ചെറിയ പ്രഷർ ബബിൾ സ്യൂട്ടൊക്കെ ഇട്ട് റൈലൻഡിന്റെ ഷിപ്പിലേക്ക് താമസം മാറി. റോക്കി ഷിപ്പിലെ ടെക്നോളജിയൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടെങ്കിലും റൈലൻഡ് ഷിപ്പ് വൃത്തികേടാക്കി ഇടുന്നത് കണ്ട് പുള്ളിക്കാരനെ വഴക്ക് പറയാൻ തുടങ്ങി. റോക്കി ഭയങ്കര ബോസിയായിരുന്നു. റോക്കിക്ക് ചുമരുകളിലൂടെ കാണാനും കേൾക്കാനും പറ്റുന്നത് കൊണ്ട് റൈലൻഡിന്റെ ഷിപ്പിൽ ഒരു പ്രൈവസിയും ഇല്ലായിരുന്നു. റിസർച്ചിനിടയിൽ ഈ ഏലിയനുകൾക്ക് റേഡിയേഷനെ കുറിച്ച് അറിയില്ലെന്ന് റൈലൻഡ് മനസ്സിലാക്കി. റേഡിയേഷൻ കാരണമാണ് റോക്കിയുടെ കൂടെയുള്ളവർ മരിച്ചതെന്നും ആസ്ട്രോഫേജ് ഇന്ധനം തന്നെ അടുത്തിരുന്നത് കൊണ്ടാണ് റോക്കി രക്ഷപ്പെട്ടതെന്നും റൈലൻഡ് പറഞ്ഞു കൊടുത്തു. ആസ്ട്രോഫേജുകളുടെ കൂടുതൽ സാമ്പിളുകൾ എടുക്കാൻ അവർ ഷിപ്പ് അടുത്തുള്ള ഗ്രഹത്തിലേക്ക് വിട്ടു. യാത്രക്കിടയിൽ റൈലൻഡ് ഭൂമിയിലെ വിശേഷങ്ങൾ റോക്കിക്ക് കാണിച്ചു കൊടുത്തു. റോക്കി തന്റെ പാർട്ട്ണറെ ഓർത്ത് സങ്കടപ്പെട്ടു. അവർ ആ ഗ്രഹത്തിന് ആഡ്രിയൻ എന്ന് പേരിട്ടു. അവിടുത്തെ സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവർ ഞെട്ടിയത്. അവിടെ ആസ്ട്രോഫേജുകളെ തിന്ന് ജീവിക്കുന്ന ഒരുതരം ബാക്ടീരിയ ഉണ്ട്. ഈ പ്രെഡേറ്റർ ബാക്ടീരിയയാണ് ആസ്ട്രോഫേജുകളെ അവിടെ നിയന്ത്രിച്ചു നിർത്തുന്നത്. അവയെ സ്വന്തം നാട്ടിലേക്ക് എത്തിച്ചാൽ സൂര്യനെ രക്ഷിക്കാം. പക്ഷെ ഷിപ്പ് ആ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് ഇറക്കാൻ പറ്റില്ല. അതുകൊണ്ട് റോക്കി സെനോനൈറ്റ് ചെയിൻ ഉണ്ടാക്കി തന്നു. ഒരു മീൻ പിടിക്കുന്നത് പോലെ ഷിപ്പ് മുകളിൽ നിർത്തി ആ ചെയിൻ താഴേക്ക് ഇറക്കി ബാക്ടീരിയയെ പിടിക്കാനായിരുന്നു പ്ലാൻ. പ്രോബ് സാമ്പിളുകൾ കളക്ട് ചെയ്ത ശേഷം റൈലൻഡ് സ്പേസ് സ്യൂട്ട് ഇട്ട് പുറത്തിറങ്ങി അതെടുക്കാൻ നോക്കുമ്പോൾ ഒരു വലിയ മെറ്റൽ കഷ്ണം വന്ന് പുള്ളിയുടെ മേലിൽ അടിക്കുകയും പുള്ളി ബോധരഹിതനാവുകയും ചെയ്തു. ചൂട് കൂടുന്നത് കൊണ്ട് റോക്കി അകത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, തിരിച്ചു പോര് റൈലൻഡ്, നമുക്കിത് പിന്നെ ചെയ്യാമെന്ന്. പക്ഷെ ഭൂമിയെ രക്ഷിക്കാൻ ഈ ഒരൊറ്റ അവസരമേ ഉള്ളൂ എന്നുറപ്പുള്ള റൈലൻഡ് പിന്മാറിയില്ല. അയാൾ കഷ്ടപ്പെട്ട് ആ പ്രോബും എടുത്ത് ഷിപ്പിനുള്ളിലേക്ക് കയറി. അവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇന്ധന ടാങ്കിൽ ദ്വാരമുണ്ടായി ഷിപ്പ് നിയന്ത്രണം വിട്ട് കറങ്ങാൻ തുടങ്ങി. റൈലൻഡ് കഷ്ടപ്പെട്ട ഇന്ധന കണ്ടെയ്നറുകൾ എജക്ട് ചെയ്തെങ്കിലും ആ വലിയ മൂവ്മെന്റിൽ പുള്ളി ബോധം കെട്ടുവീണു. ട്രാൻസ്ലേറ്റർ വർക്ക് ചെയ്യാത്തതുകൊണ്ട് റോക്കിക്ക് റൈലൻഡിനെ വിളിക്കാൻ കഴിഞ്ഞില്ല. റൈലൻഡ് മരിച്ചു പോകുമെന്ന് പറയുന്ന റോക്കി തന്റെ ജീവൻ പോലും പണയം വെച്ച് ആ പ്രഷർ ബബിളിൽ നിന്ന് പുറത്തിറങ്ങി. ആ അന്തരീക്ഷം റോക്കിയെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നിട്ടും അത് ഷിപ്പിന്റെ ബട്ടണുകൾ അമർത്തി ഷിപ്പിനെ സാധാരണ നിലയിലാക്കി. എന്നിട്ട് റൈലൻഡിനെ മെഡിക്കൽ ബേയിൽ കൊണ്ടുപോയി കിടത്തിയിട്ടാണ് റോക്കി ബോധം കെട്ടുവീണത്. റൈലൻഡ് ഉണർന്നപ്പോൾ റോക്കിയുടെ ചോര പോലുള്ള പാടുകൾ നിലത്ത് കണ്ടു. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ റോക്കി തന്റെ ബബിളിലേക്ക് തിരികെ കയറി വിശ്രമിക്കുകയാണെന്ന് കണ്ട് അയാൾക്ക് ആശ്വാസമായി. റൈലൻഡ് പഴയതുപോലെ റോക്കിയുടെ അടുത്ത് പോയിരുന്നു. പിന്നീട് കമ്പ്യൂട്ടറിൽ റോക്കി എഴുതി വെച്ച മെസ്സേജ് കണ്ടു, നമ്മുടെ നാടുകളെ രക്ഷിക്കണമെന്ന്. റൈലൻഡ് ആ ബാക്ടീരിയയ്ക്ക് തമീബ എന്ന് പേരിട്ടു. അതിനെ സെനോനൈറ്റ് കണ്ടെയ്നറിൽ വളർത്താൻ തുടങ്ങി. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ തക്കവണ്ണം അതിനെ പുള്ളി മ്യൂട്ടേറ്റ് ചെയ്തെടുത്തു. ദിവസങ്ങളോളം റോക്കി ഉണരാത്തതിൽ റൈലൻഡ് വിഷമിച്ചെങ്കിലും ഒടുവിൽ റോക്കി ഉണരുകയും അവർ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുകയും ചെയ്തു. തമീബ ഫാം റെഡിയായതോടെ അവർ തങ്ങളുടെ വിജയം ആഘോഷിച്ചു. അപ്പോഴാണ് റൈലൻഡിന് അവസാന ഓർമ്മയും തിരികെ വരുന്നത്. പണ്ട് ലാബിൽ നടന്ന ഒരു ആസ്ട്രോഫേജ് ബ്ലാസ്റ്റിൽ യഥാർത്ഥ ബഹിരാകാശ യാത്രികർ കൊല്ലപ്പെട്ടിരുന്നു. പകരം ശാസ്ത്രജ്ഞനായ റൈലൻഡ് ഈ മിഷനിൽ പോകണമെന്ന് ഇവ ആവശ്യപ്പെട്ടു. പക്ഷേ ചാവേർ യാത്രയ്ക്ക് താനില്ല എന്ന് പറഞ്ഞ് റൈലൻഡ് അവിടെ നിന്ന് ഒളിച്ചോടാൻ നോക്കി. അപ്പോൾ ഇവ തന്റെ സൈനികരെ വിട്ട് റൈലൻഡിനെ ബലമായി പിടിച്ച് സെഡേറ്റീവ് കുത്തിവെച്ച് ബോധം കെടുത്തുകയാണ് ചെയ്തത്.
അതായത് റൈലൻഡ് ഒരു ഹീറോ ആയി സ്വയം വന്നതല്ല, മറിച്ച് ഇവാസ്ട്രാറ്റ് പുള്ളിയെ ബലമായി ഈ മരണക്കപ്പലിലേക്ക് അടിച്ചു കയറ്റുകയായിരുന്നു. ഈ സത്യം അറിഞ്ഞ് റൈലൻഡ് ഞെട്ടിയെങ്കിലും ഇപ്പോൾ ഷിപ്പ് നന്നാക്കി നാട്ടിലേക്ക് തിരിക്കാൻ സമയമായി. അവർ വളരെ ഇമോഷണലായി പരസ്പരം യാത്ര പറഞ്ഞ് 2 ദിശകളിലേക്ക് യാത്രയായി. റൈലൻഡ് ഭൂമിയിലേക്കും റോക്കി തന്റെ സ്വന്തം ഗ്രഹത്തിലേക്കും. പക്ഷേ ഷിപ്പ് പുറപ്പെട്ട് അധികം വൈകാതെ ഷിപ്പിൽ ഒരു കണ്ടാമിനേഷൻ അലേർട്ട് വന്നു. നോക്കിയപ്പോൾ അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന തമീബ ബാക്ടീരിയകൾ സെനോനൈറ്റ് കണ്ടെയ്നർ തുറന്ന് പുറത്തിയാടിയിരിക്കുന്നു. റൈലൻഡ് വേഗം അവയെ വേറെ ബോക്സിലാക്കി മാറ്റിയെങ്കിലും അയാൾക്ക് പെട്ടെന്നാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. റോക്കിയുടെ ഷിപ്പ് മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ഈ സിനോനൈറ്റ് ലോഹം കൊണ്ടാണ്. ഈ ബാക്ടീരിയ റോക്കിയുടെ കപ്പലിലും കയറിയിട്ടുണ്ടാവും. അത് റോക്കിയുടെ ഇന്ധനം മുഴുവൻ തിന്നു തീർക്കും. റോക്കി ബഹിരാകാശത്ത് പെട്ടുപോയി ചാവേണ്ടി വരും. റൈലൻഡ് കണക്ക് കൂട്ടി നോക്കി. തന്റെ കയ്യിലുള്ള ഇന്ധനം വെച്ച് റോക്കിയെ രക്ഷിക്കാൻ പോയാൽ പിന്നെ ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ ആവശ്യമായ ഇന്ധനം ഉണ്ടാകില്ല. ഒന്നുകിൽ ഭൂമിയിലുള്ള മനുഷ്യരെ രക്ഷിച്ച് തനിക്ക് സ്വന്തം നാട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ തന്റെ ജീവൻ രക്ഷിച്ച ആ ഒരൊറ്റ സുഹൃത്തിനു വേണ്ടി സ്വന്തം ജീവിതം ത്യാഗം ചെയ്യാം. ഇവിടെ നമ്മുടെ റൈലൻഡ് ഒരു യഥാർത്ഥ ഹീറോ ആയി മാറുകയാണ്. പുള്ളി താൻ കണ്ടെത്തിയ എല്ലാ റിസർച്ചുകളും ബാക്ടീരിയ ഫാമും പ്രോബുകളിലാക്കി ഭൂമിയിലേക്ക് അയച്ചു. എന്നിട്ട് തന്റെ സ്പേസ് ഷിപ്പ് തിരിച്ച് റോക്കിയുടെ ഷിപ്പിന് നേരെ തിരിച്ചുവിട്ടു. ദിവസങ്ങൾക്ക് ശേഷം റോക്കിയുടെ ഷിപ്പ് കണ്ടെത്തിയ റൈലൻഡ് അതിന്റെ ജനലിൽ പോയി മുട്ടുകയും റോക്കി വന്ന് റൈലൻഡിനെ അകത്തേക്ക് കയറ്റുകയും ചെയ്യുന്നു. വർഷങ്ങൾക്ക് ശേഷം റൈലൻഡ് അയച്ച പ്രോബുകൾ ഭൂമിയിലെത്തുകയും ഇവാസ്ട്രാറ്റ് അതുവഴി ഭൂമിയെ രക്ഷിക്കാൻ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ നമ്മുടെ റൈലൻഡ് ഇപ്പോൾ എവിടെയാണെന്നറിയാമോ? റോക്കിയുടെ സ്വന്തം ഗ്രഹത്തിൽ. റോക്കിയുടെ സ്വന്തം ഗ്രഹത്തിൽ പുള്ളിക്കാരനൊരു വീടുണ്ട്. സുഖമായി ജീവിക്കുന്നു. പുള്ളി അവിടുത്തെ ഭാഷ പഠിച്ചു. ട്രാൻസ്ലേറ്റർ ഇല്ലാതെ തന്നെ റോക്കിയോട് സംസാരിക്കാം. ഭൂമിയിലേക്ക് തിരിച്ചു പോകാൻ അവിടുത്തെ സയന്റിസ്റ്റുകൾ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടാക്കി കൊടുത്തെങ്കിലും റൈലൻഡ് അത് വേണ്ടെന്ന് വെച്ചു. കാരണം പുള്ളിക്കിപ്പോൾ ആ ഏലിയൻ ഗ്രഹത്തിലെ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ജോലി തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്. അങ്ങനെ 2 വ്യത്യസ്ത ലോകങ്ങളെ രക്ഷിച്ചുകൊണ്ട് ആ വലിയ സൗഹൃദത്തിന്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ റൈലൻഡിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ സ്വന്തം നാടായ ഭൂമിയിലേക്ക് തിരികെ പോകുമായിരുന്നോ, അതോ ആ ഏലിയൻ സുഹൃത്തിനു വേണ്ടി അവിടെ തന്നെ തുടരുമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും മറക്കല്ലേ.